അധികാരത്തിലേറെ ഒരു മാസം തികയും മുമ്പേ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് പ്രഖ്യാപനത്തിൽ വീര്യമേറിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വി ഡി സതീശൻ. സർക്കാരിലും മുന്നണിയിലും എതിരഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ അഴിമതി ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കർണാടകത്തിലെ മദ്യക്കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടി നടത്തിയ ദ്രുത നീക്കം അഴിമതിക്കുള്ള കളമൊരുക്കിയെന്ന സംസ്ഥാനത്ത് നിർബാധം മദ്യമൊഴുക്കാനുള്ള ശ്രമമാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. കൂടിയാലോചന പോലും ഇല്ലാതെയുള്ള വി ഡി സതീശന്റെ തീരുമാനം ബക്കാഡിക്ക് വേണ്ടിയോ പൊതുജനം പറയുന്നത് കേൾക്കാം. പുതിയ UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിന് ശേഷം ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയിട്ടുള്ള തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ മദ്യക്കമ്പനിയായ ബക്കാഡി നികുതി ഇളവ് ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള അപേക്ഷയിന്മേൽ UDF സർക്കാർ വേഗത്തിൽ തീരുമാനം കൈക്കൊണ്ടതിൻ്റെ തെളിവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബക്കാഡി കമ്പനിക്ക് വേണ്ടിയാണോ ഈ നികുതി ഇളവ്? നമുക്ക് ജനങ്ങളുടെ പ്രതികരണം തേടാം. വളരെ തിടുക്കപ്പെട്ടാണ് ഈ ബക്കാഡി കമ്പനിയുടെ ഫയൽ തീർപ്പാക്കിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പത്രം വായിക്കുമ്പോൾ ഏകദേശം 600 കോടി രൂപ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമാണ്. അങ്ങനെ നികുതി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അധിക നികുതി ഒരുപാട് സംസ്ഥാനത്തിന് ഇടുന്നുണ്ട്. അത് കുറച്ച് ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കണം. ഇതിപ്പോൾ ഒരു അഴിമതിക്ക് കോപ്പ് കൂടുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിലെ ആളുകൾ തന്നെ പ്രതിഷേധ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ VM സുധീരൻ ഉൾപ്പെടെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. അത് 2023 LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത ഒരു സംഭവം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അന്നത് LDF ഗവൺമെൻറ്റും ഈ ഒരു തീരുമാനത്തിനെ സ്വാധീനം ചെയ്തിട്ട് തന്നെയായിരുന്നല്ലോ ചെയ്തത്. മദ്യത്തിനെതിരെയാണ് പൊതുസമൂഹം പല ആളുകളും ഉള്ളത്. പക്ഷേ നിലവിലുള്ള ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നിരുന്നാലും മുൻപുള്ള നിലപാടിൽ നിന്നും സർക്കാർ മാറുന്നത് എന്ത് തന്നെയായാലും അതൊരു നല്ല പ്രവണതയല്ല. പക്ഷേ ഈ പാലിന് 4 ഉറുപ്പ്യ കൂട്ടിയിട്ട് മദ്യത്തിന് വില കുറച്ചിട്ട് ആർക്കാ ഗുണം? ജനങ്ങൾക്ക് ഏതാ വേണ്ടത്? മദ്യമാണോ വേണ്ടത്, പാലാണോ വേണ്ടത്? സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് മദ്യ ഷാപ്പുകൾ അല്ലെ കൂടുന്നത്, അല്ലെങ്കിൽ വില കുറഞ്ഞ മദ്യം കൊടുക്കുന്നതൊക്കെ അഴിമതിക്ക് കാരണമാവുന്നതാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മദ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് മദ്യനയം അവർ പറഞ്ഞതെങ്കിലും വാക്ക് പാലിക്കണ്ടേ? DK ശിവകുമാറിനെ പോലെയുള്ള കർണാടക മുഖ്യമന്ത്രിൻ്റെയൊക്കെ കമ്പനി DK മദ്യമുണ്ട്. ആ മദ്യം കേരളത്തേക്ക് വ്യാപകമായി ഒഴുകും. അതിനൊരു സംശയം വേണ്ട. അത് വലിയ ദോഷം സംഭവിക്കും. ബക്കാഡി കമ്പനിയൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണല്ലോ. കമ്പനികളെ മാത്രം നമ്മൾ മദ്യനയം തെറ്റല്ലേ? കമ്പനികളെ കുറ്റം പറയുന്നില്ല, മദ്യനയം തെറ്റാ. കമ്പനി എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഭരിക്കുന്ന സർക്കാർ അതിന് കൂട്ടുകരുതല്ലോ. ഈ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കി കഴിഞ്ഞാൽ യുവാക്കൾ അതിലേക്ക് അഡിക്റ്റ് ആവുമല്ലോ. അപ്പോൾ സർക്കാരിന് കൂടുതൽ റവന്യൂ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് പാസ്സാക്കിയിട്ടുണ്ടാവുക. പിന്നെ കോർപ്പറേറ്റ് കമ്പനികളെ ഹെൽപ്പ് ചെയ്യാനും ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ റവന്യൂ വേണമല്ലോ സർക്കാരിന്. കാരണം ഇന്ന് ഖസാനയിൽ ഒരു റവന്യൂ ഒന്നും ഇല്ല. അപ്പോൾ എവിടെ നിന്ന് ഇൻകം വേണം. പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ സൊസൈറ്റിയിൽ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ തോട്ടാണ്. അവിടെ എന്തെങ്കിലും ക്ലോസ് വയ്ക്കുക. കാരണം നമ്മൾ ഫ്രീ സെയിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ കൺസ്യൂം ചെയ്യാനുള്ള സാമ്പത്തികക്കാരനാണ് നമ്മുടെ കേരളത്തിലുള്ള മക്കൾ എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റേ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നത് കൊണ്ട് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും. കാരണം മദ്യം കഴിക്കുന്ന ആൾക്കാർ കൂടുതലല്ലേ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ, നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കാനാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി നല്ലൊരു കാര്യമായിരിക്കണം. മോസ്റ്റ്ലി എന്തായാലും ഭരണം മാറിയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വലിയ പ്രശ്നമായിട്ടുണ്ട്. ഒരു അമിതമായിട്ടുള്ള ഉപയോഗത്തിന് കാരണമാവും. ആൾക്കാർക്ക് നല്ലൊരു സ്കോപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി തുപ്പാവറിൻ്റെ ഒരു മയക്കുമരുന്ന് കഞ്ചാവൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈ മദ്യത്തിൻ്റെ ബഡ്ജറ്റിലും മന്ത്രിസഭയിലും ഈ വാക്കേ പറയാൻ പറ്റില്ല. എന്താണ്ട് ഒരു ഭാഗത്ത് അത് പിടിക്കുക, ഒരു ഭാഗത്ത് മദ്യത്തിൻ്റെ നികുതി കമ്മിയാക്കുക, അതും ഇതിൽ ലഹരിപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിന് മദ്യത്തിൻ്റെ പറയാൻ ഗവൺമെൻറ്റിൽ അവകാശം പറയേണ്ട സാധനമില്ല. മദ്യസഹായം അവർക്ക് തന്നെയല്ലേ സഹായം. മദ്യം വില കമ്മിയാക്കുക, അതാ വീര്യം കമ്മിയാക്കുക. വില കമ്മിയാക്കുക പറഞ്ഞാൽ എല്ലാത്തിനും കൂട്ടി രൂപ അതിന് വേണ്ടി കമ്മിയാക്കുമോ?
കമ്മിയാക്കുക ജനങ്ങൾക്ക് നല്ലത്, പെട്ടെന്ന് പോകും അല്ലേ. മദ്യ കമ്പനികൾ സഹായിക്കാൻ വേണ്ടിത്തന്നെ വീര മദ്യ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. സർക്കാർ അത് മദ്യക്കാരനെ അതൊക്കെ അത് ശരിയാണല്ലോ. കമ്പനിക്ക് അതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് ശരിയല്ല കാര്യം. മദ്യ കമ്പനി നിർത്തണം എന്നുള്ള ആളാണ് ഞാൻ. മദ്യം, മയക്കുമരുന്ന് ഇതെല്ലാം പോയാൽ ചെറുപ്പക്കാർ നേരായിട്ട് വരുള്ളൂ. അത് ഉപയോഗം നിർത്തണം. ഗവൺമെന്റ് അതിനെ കമ്മിയാക്കി കൊണ്ടുവരണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു മദ്യക്കമ്പനികൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ നികുതി കുറച്ചത് എന്നത് തന്നെയാണ് പറയുന്നത്. വയനാട്ടിൽ നിന്ന് ലിൻഡോ തോമസിനോടൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.